ഹായ് ഫ്രണ്ട്സ്, ഇത് പ്രിലിംസ് മെഗാ റിവിഷൻ പോയിന്റ്സിൻ്റെ 43ാമത്തെ ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ നോക്കുന്നത് ജനറൽ സയൻസിലെ ഊർജ്ജ മേഖലയിലെ പുരോഗതി. ഈ ഭാഗത്ത് വരുന്ന ആണവോർജ്ജം, സൗരോർജ്ജം, ഈ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമുക്ക് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ രാജ്യാന്തര വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ രാജ്യാന്തര വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. 1969 കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? താരാപൂർ. 1969 കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? INS സർവേക്ഷക്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS സർവേക്ഷക്. ഇന്ത്യയിലെ ആണവ നിലയങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ഇന്ത്യയിലെ ആണവ നിലയങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും അധികം ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? വിഴിഞ്ഞം. കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ കേന്ദ്രം സ്ഥാപിതമായത് വിഴിഞ്ഞത്താണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഹോമി ജഹാംഗീർ ബാവ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാബയാണ്. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1948. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജഹാംഗീർ ബാവ. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ഹോമി ജെ ബാബയായിരുന്നു. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ചെടുത്ത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഏതാണ്? ബാബ കവച്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ചെടുത്ത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് ബാബ കവച്. 1956 ട്രോംബയിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? അപ്സര. 1956 ട്രോംബയിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. ഇന്ത്യയിൽ ഇന്നും പ്രവർത്തനത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ദിഗ്ബോയ്. ആസാമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിൽ ഇന്നും പ്രവർത്തനത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ജാംനഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗറാണ്. മണികരൻ ജിയോ തെർമൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. മണികരൻ ജിയോ തെർമൽ പ്ലാന്റ് ഹിമാചൽ പ്രദേശിലാണ്. സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഗുവാഹത്തി. സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തിയാണ്. 1960 ട്രോംബയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ ആണവ റിയാക്ടർ ഏതാണ്? സൈറസ്. ട്രോംബയിലെ സൈറസ്. 1960 ട്രോംബയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ ആണവ റിയാക്ടറാണ് സൈറസ്. ആണവോർജ്ജ വകുപ്പിന് കീഴിൽ 1971 എവിടെയാണ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റോമിക് റിസർച്ച് ആരംഭിച്ചത്? കൽപ്പാക്കം. ആണവോർജ്ജ വകുപ്പിന് കീഴിൽ 1971 കൽപ്പാക്കത്താണ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റോമിക് റിസർച്ച് ആരംഭിച്ചത്. ഇന്ത്യയിലകത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ ഏതാണ്? കാമിനി. കൽപ്പാക്കത്തെ കാമിനിയാണ് ഇന്ത്യയിലകത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ.
കൂടംകുളം ആണവ നിലയത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? റഷ്യ. കൂടംകുളം ആണവ നിലയത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം റഷ്യയാണ്. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? തിരുനെൽവേലി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം ചെയ്യുന്ന പീപ്പിൾസ് മൂവ്മെൻറ്റ് എഗനിസ്റ്റ് ന്യൂക്ലിയർ എനർജിയുടെ സ്ഥാപകൻ ആരാണ്? SP ഉദയകുമാർ. കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം ചെയ്യുന്ന പീപ്പിൾസ് മൂവ്മെൻറ്റ് എഗനിസ്റ്റ് ന്യൂക്ലിയർ എനർജിയുടെ സ്ഥാപകൻ SP ഉദയകുമാറാണ്. 2000 പ്രവർത്തനം ആരംഭിച്ച കൈഗ ആറ്റോമിക് പവർ സ്റ്റേഷൻ നിലകൊള്ളുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടകം. 2000 പ്രവർത്തനം ആരംഭിച്ച കൈഗ ആറ്റോമിക് പവർ സ്റ്റേഷൻ കർണാടകത്തിലാണ്. 1991 പ്രവർത്തനം ആരംഭിച്ച ഉത്തർപ്രദേശിലെ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ്? നറോറ ആറ്റോമിക് പവർ സ്റ്റേഷൻ. 1991 പ്രവർത്തനം ആരംഭിച്ച ഉത്തർപ്രദേശിലെ ആറ്റോമിക് പവർ സ്റ്റേഷനാണ് നറോറ ആറ്റോമിക് പവർ സ്റ്റേഷൻ. ഇന്ത്യയിലകത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കോടതി എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ഏത് കോടതിയാണ്? ഗുന്തി ജില്ലാ കോടതി, ജാർഖണ്ഡ്. ഇന്ത്യയിലകത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കോടതി എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ഗുന്തി ജില്ലാ കോടതി, ജാർഖണ്ഡാണ്. ഇന്ത്യയിലകത്തെ സോളാർ ഗ്രാമം എന്ന വിശേഷണം സ്വന്തമാക്കിയ ബീഹാറിലെ ഗ്രാമം ഏതാണ്? ധർനായ്. ഇന്ത്യയിലകത്തെ സോളാർ ഗ്രാമം എന്ന വിശേഷണം സ്വന്തമാക്കിയ ബീഹാറിലെ ഗ്രാമമാണ് ധർനായ്. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി നിലവിൽ വന്ന അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ, വയനാട്. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി നിലവിൽ വന്ന അണക്കെട്ട് ബാണാസുര സാഗർ ആണ്, വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം. കേരളത്തിനകത്തെ സോളാർ ഫോട്ടോ വോൾട്ടൈക് പ്രൊജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? അഗളി. അട്ടപ്പാടിയിലെ അഗളിയിലാണ് കേരളത്തിനകത്തെ സോളാർ ഫോട്ടോ വോൾട്ടൈക് പ്രൊജക്റ്റ് ആരംഭിച്ചത്. വൈക്കത്തിനും തവണക്കടവിനുമിടയിൽ സർവീസ് നടത്തിയ ഇന്ത്യയിലകത്തെ സോളാർ ഫെറി ഏതാണ്? ആദിത്യ. വൈക്കത്തിനും തവണക്കടവിനുമിടയിൽ സർവീസ് നടത്തിയ ഇന്ത്യയിലകത്തെ സോളാർ ഫെറിയാണ് ആദിത്യ. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലകത്തെ സോളാർ പവർ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? അമൃത്സർ. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലകത്തെ സോളാർ പവർ പ്ലാന്റ് ആരംഭിച്ചത് അമൃത്സറിലാണ്. കക്രപാറ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. കക്രപാറ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തനത്തിലുള്ള ആറ്റോമിക് പവർ പ്ലാന്റുകളിൽ ഏറ്റവും കപ്പാസിറ്റി കൂടിയത് ഏതാണ്? കൂടംകുളം. ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തനത്തിലുള്ള ആറ്റോമിക് പവർ പ്ലാന്റുകളിൽ ഏറ്റവും കപ്പാസിറ്റി കൂടിയത് കൂടംകുളത്താണ്. പുതുതായി ആരംഭിക്കുന്ന കൊവ്വാട ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. പുതുതായി ആരംഭിക്കുന്ന കൊവ്വാട ആണവ വൈദ്യുത നിലയം ആന്ധ്രാപ്രദേശിലാണ്. നിലവിൽ വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാകുന്ന ജയ്ദാപൂർ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. നിലവിൽ വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാകുന്ന ജയ്ദാപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ്. ജയ്ദാപൂർ ആണവ നിലയത്തിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ജയ്ദാപൂർ ആണവ നിലയത്തിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസാണ്. പരിഗണനയിലിരിക്കുന്ന ചുട്ക, ബിംപൂർ എന്നീ ആണവ നിലയങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. പരിഗണനയിലിരിക്കുന്ന ചുട്ക, ബിംപൂർ എന്നീ ആണവ നിലയങ്ങൾ മധ്യപ്രദേശിലാണ്. രാജസ്ഥാൻ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റാവത്ത് ഭട്ട. രാജസ്ഥാൻ ആറ്റോമിക് പവർ സ്റ്റേഷൻ റാവത്ത് ഭട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വലിയ സോളാർ പാർക്കുകളിലൊന്നായ ബദ്ല സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ വലിയ സോളാർ പാർക്കുകളിലൊന്നായ ബദ്ല സോളാർ പാർക്ക് രാജസ്ഥാനിലാണ്.
അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ 648 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് എവിടെയാണ്? കമുതി, തമിഴ്നാട്ടിലെ കമുതി. അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ 648 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് കമുതിയിലാണ്. ബറോണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ബറോണി എണ്ണ ശുദ്ധീകരണശാല ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോംബെ, മഹാരാഷ്ട്രയിലെ ട്രോംബെയിലാണ് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച അങ്കലേശ്വർ ഓയിൽ ഫീൽഡ് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച അങ്കലേശ്വർ ഓയിൽ ഫീൽഡ് ഗുജറാത്തിലാണ്. ന്യൂഡൽഹിയിലെ ദീൻദയാൽ ഊർജ ഭവൻ ഏതിൻ്റെ ആസ്ഥാനമാണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC. ന്യൂഡൽഹിയിലെ ദീൻദയാൽ ഊർജ ഭവൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമാണ്, ONGC. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്തിലാണ്. 1975 കമ്മീഷൻ ചെയ്യപ്പെട്ട ഹാൽദിയ എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. 1975 കമ്മീഷൻ ചെയ്യപ്പെട്ട ഹാൽദിയ എണ്ണ ശുദ്ധീകരണശാല പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലകത്തെ സോളാർ പാർക്ക് നിലവിൽ വന്നത് ഗുജറാത്തിലെ ഏത് ഗ്രാമത്തിലാണ്? ചരങ്ക. ഇന്ത്യയിലകത്തെ സോളാർ പാർക്ക് നിലവിൽ വന്നത് ഗുജറാത്തിലെ ചരങ്ക ഗ്രാമത്തിലാണ്.